സ്വിച്ച് ഇടുമ്പോൾ തിരിയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് വേറെ ആരുമല്ല, ഷാജിദ ഷാജി തന്നെയാണ്. ഇത് പറയാനായിട്ട് കാര്യമുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഷാജിയുടെ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ആ ലൈവിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഒരു യാത്രയ്ക്ക് പോകുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, നല്ലത് വരാനായിട്ട്, പോകുന്ന കാര്യം നല്ലതുപോലെ നടക്കാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഷാജിദ ഷാജി എന്ന് പറഞ്ഞാൽ തങ്കപ്പെട്ട സ്ത്രീയായിരുന്നു ഗൈസ്. അത് ഒറ്റ മനുഷ്യന്മാരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഫോണാണ്, നിങ്ങളുടെ നെറ്റാണ്, അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇടാം, ബാക്കിയുള്ളവരെ വെച്ച് ഇടാം, അല്ലാതെ ഇടാം, എങ്ങനെ വേണോ ഇടാം, റിയാക്ട് ചെയ്യാം, റിയാക്ട് ചെയ്യാതെ ഇടാം, വ്ലോഗ് ഇടാം, എന്ത് വേണോ ഇടാതെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു നീണ്ടൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു വാദം വരാതെ. നമ്മളെല്ലാവരും വിചാരിച്ചു ഷാജിദ ഷാജി നന്നായി ഗൈസ്, അവരുടെ പഠന സ്വഭാവം ഒക്കെ, കണ്ണന്തിരിവ് സ്വഭാവം ഒക്കെ മാറ്റി വെച്ച് അവർ ഉമ്മായും കുടുംബക്കാരെ ഒക്കെ ചീത്തവിളി നിർത്തിക്കാണും, നല്ലതായി കാണും എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതാണ് നമ്മൾ ഷാജിദ ഷാജി ഗൈസ്. എന്നിട്ട് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എന്താണിത്, ഇവരെവിടെയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഇതെന്താണ്, തീർത്ഥയാത്രയ്ക്ക് പോവാണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങനെ നന്നാവാൻ പറ്റുമോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചു. പിറ്റേന്നായപ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂ ഇറങ്ങി. പിറ്റേന്നാണോ രണ്ട് ദിവസം കണ്ടാണെന്നല്ല, ഒരു ഇൻ്റർവ്യൂ അങ്ങ് ഇറങ്ങി ഗൈസ്. രണ്ടാമത്തെ മകനാന്ന് തോന്നുന്നു, ഏതോ ഒരു കുട്ടി സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ഒരു വീഡിയോ, അതായത് പാട്ട് എന്തോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നല്ലപോലെ സംഭവങ്ങളൊക്കെ അവർക്ക് നടക്കുന്നുണ്ട്, ഓക്കെ, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട്. ഇൻ്റർവ്യൂ ഇറങ്ങി ഗൈസ്. ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവർ കാണിച്ചതൊക്കെ വെറും എന്താണ്, പട്ടി ഷോ. ലൈവിൽ വന്നിട്ട് ഇനി ഞാൻ ആരും ഒന്നും പറയത്തില്ല, ഞാൻ ഇനി ആരുടെയും ജീവിതത്തിൽ കയറി ഇടപെടത്തില്ല, പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയ ആള് ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് വീണ്ടും സ്വിച്ച് ഇട്ടപ്പോൾ സ്വഭാവം മാറി ഗൈസ്. നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം, അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഇൻ്റർവ്യൂയുടെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നി ഇവർ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ചെയ്യിച്ചൊരു ഇൻ്റർവ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു ഇതൊക്കെ കാണാനുള്ളൂ, ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണ്. ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളടുത്ത് പറയാനുണ്ട്. അതപ്പോൾ കുറച്ചുകൂടെ വെളുപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ കൂടെയാണ്. എങ്കിൽ മാത്രമേ ആൾക്കാർ കുറച്ചും കൂടെയൊക്കെ ഒരു അക്സെപ്റ്റൻസ് കിട്ടത്തുള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ഉള്ളൊരു സെറ്റപ്പാണ്. ഇവർ അങ്ങോട്ട് പൈസ കൊടുത്ത് ചെയ്യിച്ച പരിപാടിയായിട്ടാണ് നമുക്ക് ഈ മൊത്തത്തിലുള്ളൊരു ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഉമ്മയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ ഉമ്മയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്? അപ്പം പിന്നെ ഇനി ഷാജിദ വാ തുറന്നു കഴിഞ്ഞാൽ അവസാനിക്കാൻ പോകുന്നത് ഈ ഇൻ്റർവ്യൂയുടെ അവസാനമായിരിക്കും എന്ന് നമുക്ക് അറിയാം. അതാണ് ഡിസ്ക്ലൈമർ, ഓക്കെ. പക്ഷേ അത്രയും ഇത് ഞാൻ നീട്ടി വെക്കുന്നില്ല, കാരണം എനിക്ക് വേറെ പണിയുണ്ട്. ഉമ്മയായിട്ട് ഇഷ്യൂസ് പറഞ്ഞാൽ അതുണ്ട്, കുറെ വർഷമായിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ്. പിന്നെ 2x ഞാൻ വീട്ടിലായിരുന്നു, 1.5 വർഷമായിട്ട് ഞാൻ വീട്ടിലുണ്ട്. അപ്പൊ ഉമ്മക്ക് ഞാൻ 3 പെൺകുട്ടികളാണ്. ഓക്കെ, ഞാൻ മൂത്താള്, താഴെ 2 അനിയത്തിമാര്. ഉപ്പ ഉണ്ട്, ഉപ്പ വീട്ടിലില്ല. ഉമ്മാനേറ്റ് സെപ്പറേറ്റഡ് ആണ്, ഉപ്പയും സെപ്പറേറ്റഡ് ആണ്. അപ്പൊ ഞാനിപ്പോ ഇക്ക വെച്ച അതിന് മുന്നേ ഞാൻ കോയമ്പത്തൂര് ഇവിടെ കഴിക്കാനോടെ മണ്ണാർക്കാട് 3 വർഷം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഷോപ്പ് ലാസ്റ്റ് മരിക്കുന്ന ടൈമിൽ മണ്ണാർക്കാടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ഇക്ക മരിച്ചിട്ട് 1.5 വർഷമായിട്ട് ഉമ്മാന്റെ കൂടെ താമസിക്കുന്നത്. പിന്നെ ഉമ്മാക്ക് എനിക്കും അനിയത്തിമാരും അവരുടെ ഭർത്താക്കന്മാരും ഞങ്ങൾ തമ്മിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ആദ്യം ഉണ്ട്, ഫസ്റ്റ് മുതലേ ഉണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ എന്റെ ഇക്കുള്ള മുതലേ ഉണ്ട്. ഇക്കാര് വീട്ടുകാരനായിട്ടുണ്ട്, നമ്മൾ വീട്ടുകാരനായിട്ടുണ്ട്. അത് ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആദ്യം വരാറൊന്നുമില്ല. ഞാൻ എന്റെ മക്കൾ ഇക്ക അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്ക മരിച്ചതിന്റെ ശേഷം വീട്ടിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഒക്കെ കുറച്ച് വർക്കിനും കാര്യങ്ങൾക്കും പോയി. പിന്നെ യൂട്യൂബ് ചാനൽ പണ്ടേ ഉണ്ടായിരുന്നു. ഇക്ക മരിക്കുന്നതിന് മുന്നേ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അത് 300 സബ്ബായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇക്കാന്റെ ചിപ്സ് വറക്കണതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടലുണ്ട്. ഉമ്മയുടെ ഇഷ്യൂ പറയൂ. പിന്നെ ഉമ്മയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്? റീൽസ് ആണ് അധികം ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആണ്. സ്കൂളിൽ കുട്ടികളൊക്കെ പറഞ്ഞതിന് ശേഷം റീൽസ് ചെയ്യും. അപ്പൊ അതില് 100K അന്നേ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ പ്രൊമോഷൻ എടുത്തത് ഗോൾഡിന്റെ ആണ്. ഞാൻ എന്ത് ചോദ്യമാണ് ചോദിച്ചതെന്ന് പോലും ആ ആൻകർ മറന്നു പോയിരിക്കുകയാണ് ഗൈസ്. പ്രൊമോഷൻ വർക്ക് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ പ്രൊമോഷൻ വർക്ക് അതായത് ഇൻസ്റ്റയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിൽ ഇക്ക മരിച്ചതിന് ശേഷം നമ്മൾ വർക്കിന് പോകണോട് കൂടിയിട്ട് വീഡിയോസ് ഇങ്ങനെ ചെയ്യായിരുന്നു. രാവിലെ നേരത്തെ എണിച്ച് പോകും. അപ്പൊ ഒരു പാലക്കാടാണ് വർക്ക് ചെയ്തത്. നമ്മൾ പാക്കിംഗ് വർക്കായിരുന്നു. അതൊരു 6 മാസം പോയി. ഇക്കയുടെ കാര്യം ചോദിച്ചില്ല, ഇവരുടെ സിസ്റ്റേഴ്സിന്റെ കാര്യം ചോദിച്ചില്ല. ഉമ്മായുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ എന്നാണ് ചോദിച്ചത്. പക്ഷെ അവിടെ മാത്രം തൊടാതെ ബാക്കി എല്ലായിടവും തൊട്ട്. ഇപ്പൊ കറങ്ങി വരും. കടകളുണ്ടായിരുന്നു. ഒക്കെ മരിക്കുന്നതിന് മുന്നേ ഒരു 4 ലക്ഷം രൂപ കട ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനാ വീട്ടിയത്. അതുപോലെ വണ്ടിന്റെ കട, അങ്ങനെ ഫോൺ, അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ ഈ യൂട്യൂബ് കൊണ്ട് തന്നെ വീട്ടിയത്. പിന്നെ നമ്മളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്
ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. എന്റെ സർജറി കഴിഞ്ഞതൊക്കെ അവർ സഹായിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മാക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 1.5 വർഷമായിട്ട് ഞാൻ ഉമ്മാക്ക് വേണ്ടതും ഉമ്മാനെ നോക്കുന്നതും പണിക്ക് പറഞ്ഞയക്കാണ്ട് ഉമ്മ പണിക്ക് പോകുമായിരുന്നു. വീടുകളിൽ പണിക്ക് പോകും, പിന്നെ തൊഴിലുറപ്പുണ്ട്, അതിനൊക്കെ പോകും. ഞാൻ അതിനൊന്നും പറഞ്ഞാക്കാണ്ട് ഒരു 1.5 വർഷം വീട്ടിലിരുത്തിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, സ്ഥിരം ലൈവും ഷാജിദയുടെ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം 1.5 വർഷത്തിന്റെ കണക്ക്. ഇവരെപ്പോഴും ആൾക്കാരുടെ അടുത്ത് പറയുന്ന ഒരു കണക്കാണ് ഈ 1.5 വർഷം കൊണ്ട് ഉമ്മയെ നോക്കി, 1.5 വർഷം ഉമ്മാക്ക് ഫുഡ് കൊടുത്തു, 1.5 വർഷം ഉമ്മാക്ക് കഞ്ഞി കൊടുത്തു, 1.5 വർഷം ഉമ്മയെ വീട്ടിലിരുത്തി, 1.5 വർഷം ഉമ്മാക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു, അപ്പുറത്തുള്ള ആർക്കൊക്കെയോ ഒരു ചാക്ക് തുണി വാങ്ങിച്ചു കൊടുത്തു, മറ്റത് കൊടുത്തു, മറിച്ചത് കൊടുത്തു, ഇങ്ങനെ കൊടുത്തു, അങ്ങനെ കൊടുത്തു. അറിയില്ല, ഉമ്മാക്ക് എന്നോട് മാത്രം വലിയൊരു ശത്രുതയാണ്. അതെന്താന്ന് എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവം. പക്ഷെ എന്റെ പൈസ വേണം. എന്റെ പൈസ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എന്റെ അനിയത്തിമാര് വിരുന്ന് വരുമ്പോൾ എല്ലാ കാര്യം ഞാൻ ചെയ്യും. അതുപോലെ അവരുടെ മക്കൾക്ക് എല്ലാ കാര്യം ചെയ്ത് കൊടുക്കലുണ്ട്. വർഷം സ്കൂൾ തുറന്ന 2ാമത്തെ അനിയത്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവളുടെ കുട്ടികൾക്ക് സ്കൂൾ ഡ്രസ്സ് ബാക്കിയുള്ളത് എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട്. പൈസ കൊടുക്കലുണ്ട്, ഗ്യാസ് കഴിഞ്ഞാൽ നിറച്ചു കൊടുക്കലുണ്ട്. എല്ലാം എനിക്ക് വിളിക്കും, ഞാൻ ചെയ്തു കൊടുക്കും. അതും ഉമ്മ ചെയ്യുന്ന രീതിയിലേ ചെയ്യുള്ളൂ. ഉമ്മയാണ് അത് ചെയ്തു കൊടുക്കണെന്നല്ലേ, പക്ഷെ പൈസ ഫുള്ള് തന്നെയാണ്. പക്ഷെ ഉമ്മാക്കാണ് അവിടെ ക്രെഡിറ്റ് വരുന്നത്. അവളുടെ ഹസ്ബൻഡിനായിട്ട് ഞങ്ങൾ അവരുടെ വീട്ടുകാരനായിട്ടും വലിയ കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒക്കെയുള്ള ടൈമിലേ കോണ്ടാക്ട് ഇല്ലായിരുന്നിട്ടും അവർക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തെ ചെറിയ അനിയത്തിന്റെ ഭർത്താവൊക്കെ ഭയങ്കര സംശയമാണ്. പിന്നെ അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അവളുടെ അമ്മായിയമ്മയും അമ്മൂസിനൊക്കെ ഭയങ്കര നാത്തുമ്പോരും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവരുടെ പ്രശ്നങ്ങളും ഇപ്പൊ പുറത്തോട്ട് എടുത്തിട്ട് ഇത് കേട്ട് അവരെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യലില്ല, പോകല് വരില്ല. എന്റെ ഉമ്മയെ പോകലില്ല, എന്റെ ഉമ്മയെ അവിടെ പോകലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള സഹോദര ബന്ധം പണ്ടുണ്ടായിരുന്ന പോലെ ഇപ്പൊ നിലനിൽപ്പില്ല. എല്ലാവരെ പോലെ ഇല്ല. കാരണം അവരുടെ ജീവിതമാണ്, അവരുടെ ഹസ്ബൻഡ്, അവരുടെ വീട്ടുകാർ, അവരുടെ കുടുംബം തറവാട്ടിലാണ് ഇരിക്കുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ. അവിടെ ഞാൻ മാറി നിന്ന ഒരിക്കലും ഇല്ല. ഫോണിലൂടെയുള്ള കോണ്ടാക്ട് പോലും ഞാനില്ല. അപ്പൊ എന്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്റെ അനിയത്തിമാരുടെ മക്കൾക്ക് ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്ന കുടുംബത്തില് എന്റെ ഒരു ഉമ്മാന്റെ അവളുടെ ഭാര്യയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. പ്രശ്നം ഉണ്ടാക്കാന്ന് കുത്തിത്തിരിപ്പ് അവള് പണ്ടേ ഉള്ളതാണ്. ഈ അമ്മായി പറയുന്ന അവള് പണ്ടേ കുത്തിത്തിരിപ്പിന്റെ ആളാണ്. കുടുംബ മഹാത്മ്യം മൊത്തം വിളമ്പാനാണ് ഈ ഇന്റർവ്യൂവിന് പിടിച്ചോണ്ട് ഇരുത്തിയിരിക്കുന്നത്. അല്ല, ഇന്റർവ്യൂവിന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വന്നിരിക്കുന്നത്, അങ്ങനെ വേണം പറയാൻ. കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുത്തിട്ട് പറയാൻ വേണ്ടിയിട്ട്, എൻ്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു, എൻ്റെ വാപ്പ ഇങ്ങനെയായിരുന്നു, എൻ്റെ മാമി ഇങ്ങനെയായിരുന്നു, മാമ ഇങ്ങനെയായിരുന്നു, നുണ പറയാനായിട്ട് വന്നിരിക്കൂലേ, അത് കണക്കാണ് വന്നിരുന്നൊരു ഇന്റർവ്യൂ എടുക്കുകയാണ്. എന്നെ കുറെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് എന്റെ ഉമ്മാനെ പിരിച്ചിട്ട് ഒരു ഇക്കള്ള ടൈമിൽ എന്നെ ഉമ്മാനെ പിരിച്ചിട്ട് അവള് കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവളുടെ ആവശ്യങ്ങൾക്കും അവളുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും എന്നെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെന്ന്. ഞാൻ പൊട്ടത്തി അത് വിശ്വസിച്ചു പോയി. സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചു. എപ്പോഴും ഞാൻ എന്റെ ഉമ്മാൻ്റെ അടുത്ത് പോണേക്കാട്ടും കൂടുതലായിട്ട് ഞാൻ ആ അമ്മായിൻ്റെ അടുത്ത് മാമൻ്റെ അടുത്ത് പോലെ ആ മക്കൾക്കാണ് കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നത്. എന്റെ വീട്ടിൽ എന്ത് വെക്കുകയാണെങ്കിലും അതോട്ടനെ ഞാൻ എന്റെ മാമക്ക് എത്തിക്കല്, ആ അമ്മായിക്ക് എത്തിക്കും. ആങ്കർ ഒറ്റൊരു ചോദ്യം ചോദിച്ചോളൂ, ഒറ്റൊരു ചോദ്യം. പിന്നെ ഉമ്മയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്? ഉമ്മായുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ? അവരുടെ റോൾ ഇനി കഴിഞ്ഞു, ബാക്കിയൊക്കെ ഷാജിദ നോക്കിക്കോളും. ഷാജിദായ ഈ ഇന്റർവ്യൂ എടുക്കാൻ വന്ന ചേച്ചിക്ക് അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല, ബാക്കിയെല്ലാം ഷാജിദ ഹാൻഡിൽ ചെയ്തോളും. ഞാൻ എന്നെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്റെ ഉമ്മാനോട് നടക്കും ഒരു ഉപ്പ് ഞാൻ മേടിച്ചിട്ടില്ല. എന്റെ ഫ്രണ്ട്സുകളാണ് എന്നെ ഫുള്ള് സഹായിച്ചിരിക്കുന്നത്. എന്റെ കൂടെ പഠിച്ച കുട്ടികള്, ഇൻസ്റ്റഗ്രാമിലുള്ള ഫ്രണ്ട്സ്, യൂട്യൂബിലത്തെ സബ്സ്ക്രൈബേഴ്സ്, ഇങ്ങനെ എന്നെ സഹായിച്ചിരിക്കുന്നത്. അവർ മാത്രം മതി, വേറെ ആരും വേണ്ട. കുടുംബത്തിലുള്ള ഒറ്റ തെണ്ടികളും വേണ്ട. നമുക്ക് യൂട്യൂബേഴ്സിൽ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഈ ഒരു 4 മാസമായിട്ട് അവരെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ കാരണം അവരെന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അവരാണ് തുടക്കം, അവരാണ്. 1.5 കൊല്ലം എൻ്റെ ഉമ്മാക്ക് ചോറ് കൊടുത്ത് ഞാൻ ഇവിടെ ഒരാഴ്ച കൊണ്ട്. അയ്യേ, ഇവക്ക് നാണമില്ലേ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയും 1.5 കൊല്ലം ഉമ്മാക്ക് ചോറ് കൊടുത്ത ഞാനാണെന്ന്. ഇവിടെ പ്രസവിച്ച് വളർത്തി കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഈ തള്ളയില്ലേ? പണ്ടിരുന്ന വീഡിയോയിലൊക്കെ ചെയ്യുമ്പോൾ ഇരുന്ന് പറയും എൻ്റെ ഉമ്മയാണ് എന്നെ വളർത്തിയതും ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. വാപ്പ പുറത്തൊക്കെ ഇങ്ങനെ നടന്ന് ഇവരുടെ ഒരു കാര്യവും ശ്രദ്ധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെന്തോരം വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അറിയാം. ആ സമയത്തൊക്കെ ആൾക്കാർക്ക് ഇവരുടെ അടുത്ത് സിമ്പതിയായിരുന്നു. അപ്പം അങ്ങനെ ഇവർക്ക് സബ്സ്ക്രൈബ് കൂടി, വ്യൂ കൂടി, പാവമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് വ്യൂ കൂടി. ലാസ്റ്റ് ഇവരുടെ കണ്ടന്റ് എന്ന് പറയുന്നതേ കുടുംബ പ്രശ്നമായി. കുടുംബത്തിനെ മൊത്തത്തിൽ അതും ഇതും പറയുന്നതായി ഇവരുടെ കണ്ടന്റ്. അത് ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിമാരും കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അത് ഞങ്ങൾ സഹോദരങ്ങളാണ്, ഞങ്ങൾ ഉമ്മയും മകളാണ്. അത് ഞങ്ങളുടെ വീട്ടിൽ തീർക്കും. അത് ഇവളിടപെടേണ്ട. അത് ശരി. ഇവരുടെ വീടിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? വീട്ടിനകത്ത് നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഇവര് വീഡിയോയും ലൈവൊക്കെ ഇട്ട് സ്വന്തം ഉമ്മയെയും കുടുംബക്കാരെയൊക്കെ നാറ്റിച്ചിട്ട് ഇവരിപ്പൊ പറയുന്ന അത് എൻ്റെ കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നമാണ്, അത് ബാക്കിയുള്ളവർ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ട്
മൊത്തം നാറ്റിച്ചിട്ട്, വീട്ടുകാരെ മൊത്തം നാറ്റിച്ചിട്ട് ഇവരെന്തോന്നെയാണ് ഇരുന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്വിച്ച് ഇട്ട പോലെ തിരിയും. ഇവർക്ക് എന്ത് തെണ്ടിത്തരം വേണോ കാണിക്കാം, പക്ഷെ ആരും ചോദിക്കാനും പാടില്ല, അതിനെക്കുറിച്ച് ആരും ഒന്ന് റിയാക്ട് ചെയ്യാനും പാടില്ല. ഈ ആരെക്കുറിച്ചാണോ പറയുന്നത്, ഏത് മനുഷ്യനെ കുറിച്ചാണോ പറയുന്നത്, അവർ മിണ്ടാതെ ഇരിക്കണം. അതാണ് ഇവർക്ക് വേണ്ടത്. അവളുടെ ഒരു മുറ്റത്ത് 2 വീടാ. ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് കാല് കുത്തലില്ല. ഒരു നോമ്പിന് അവള് ഞങ്ങളോട്, ഞാൻ പോയ ടൈമിൽ അവള് വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ ഉമ്മ വെള്ളം എടുക്കും, ഞാൻ പോയി വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയ ടൈമിൽ ഇവള് കയറ്, ഞാൻ ഇട്ട കുടത്തിന് ഇവള് വലിച്ചു വാരി ആ വെള്ളം എടുക്കാൻ. നോമ്പിനാണ്, ആലോചിക്കണം, നോമ്പിന്. ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഓരോ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ വന്നിരുന്ന് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് വിളമ്പാൻ ഇവളാര്? ഇവളുടെ ചാനലിൽ ഇവളിരുന്ന് അവളുടെ ബന്ധുക്കളെ കുറിച്ചും അവളുടെ സ്വന്തം ഉമ്മയെ കുറിച്ചും നാട്ടുകാരെയൊക്കെ കുറിച്ചിരുന്ന് അപരാധം പറയുന്നതൊക്കെ പോട്ട്, വന്നിരുന്ന് ഇന്റർവ്യൂ, ഇതിനായിട്ടൊരു ഇന്റർവ്യൂ കൊണ്ടിരുത്തി സംസാരിക്കേണ്ട ആവശ്യം എന്തോന്നാണ്? ഇതൊക്കെ തന്നെയല്ലേ ആൾക്കാർ മൊത്തം എല്ലാ ദിവസവും ഇരുന്ന് കേൾക്കുന്നത്. ഇവർക്ക് വയ്യേ? ഇവർക്ക് ഇമ്മ എന്തുണ്ടെങ്കിലും അവളുടെ അടുത്ത് കൊണ്ടുപോയി പറയും. അങ്ങനെയാണ്. എന്നിട്ട് ഇവര് തമ്മിൽ ചർച്ച ചെയ്യണം. എനിക്ക് ഇങ്ങനെ ഈ പരദൂഷണം ഉണ്ടല്ലോ, ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള കൂട്ടം കൂടി ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എന്റെ ഫോണുണ്ട്, എന്റെ മക്കളുണ്ട്, TV ഉണ്ടെങ്കിൽ TV, വീട്ടിന്റെ ഉള്ളിലേ ഇരിക്കുന്ന ഒരാളാണ്. അയ്യോ, പെണ്ണുങ്ങൾ ഇത് സംസാരിക്കണം എനിക്ക് ഇഷ്ടമല്ല. അതിപ്പൊ ചെയ്യണ എന്താണ്? ഇപ്പൊ നടക്കുന്ന ഓരോ കാര്യം പെണ്ണുങ്ങളല്ല, നമ്മൾ സ്ക്രീനിൽ കൊണ്ടുവന്ന് നമ്മൾ ലൈവ് അങ്ങ് ഇടും. അപ്പൊ ആരും അറിയൂല. എനിക്കത് ഇഷ്ടമല്ല. മറ്റുള്ളവരെ കുറ്റം പറയണം, എനിക്ക് മറ്റുള്ളവരെ പച്ചയിറച്ചി തിന്നുന്നത് എനിക്ക് ഇഷ്ടമല്ല. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവരുടെ പച്ചയിറച്ചി തിന്ന് ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ില്ല മദ്രസ പോയിട്ടില്ല, സ്കൂള് പോയിട്ടില്ല, വേറുള്ള കാര്യങ്ങൾ അറിയില്ല, ലോകവിവരമില്ല. സ്വന്തം ഉമ്മയെ കുറിച്ചാണ് പറയണ. ഉമ്മക്ക് വിദ്യാഭ്യാസം ഇല്ല, ഉമ്മക്ക് വിവരമില്ല, ഉമ്മക്ക് ബുദ്ധിയില്ല, ഉമ്മക്ക് ഒന്നുമില്ല. ഇവിടെ വളർത്തിയതാണ്, ഇവിടെ പ്രസവിച്ചതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ശരിക്കും എന്താണ് പ്രശ്നമൊന്നും നമുക്കാർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ ഇവർ കാണിക്കുന്നതൊന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടൂലായിരിക്കും. കാരണം അവർ വയസ്സായ സ്ത്രീയാണ്, അവർ കുറച്ച് ഒരു ഓൾഡ് ജനറേഷനാണ്. അപ്പം അവർക്ക് ഉറപ്പായിട്ടും ഇവരിലുണ്ടായ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അങ്ങനെ എന്താണ്, നീ എവിടെ പോയിരുന്നു, അല്ലെങ്കിൽ നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവരതൊക്കെ എടുത്ത്, അല്ലെങ്കിൽ വീട്ടിനകത്ത് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എടുത്ത് യൂട്യൂബിലൂടെ ഇങ്ങനെ ജനങ്ങളെ മൊത്തം, ലക്ഷക്കണക്കിന് ആൾക്കാരെ മൊത്തം അറിയിക്കേണ്ട ആവശ്യമൊക്കെ ഇവർക്ക് എന്തായിരുന്നു? അതൊരു പാവപ്പെട്ട സ്ത്രീ, ഇവരെ പ്രസവിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് അവർ ചെയ്തത്. ഞങ്ങൾ മണ്ണാർക്കാടായിരുന്നു. അതിനുശേഷം പിന്നെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇക്കാനോട് അന്നേ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നെ, ഷാജിദ ഇരുന്നങ്ങ് വീർത്ത് പറയാണ്. സത്യം പറഞ്ഞാൽ ആൻകറോ മനസ്സിൽ എന്തൊക്കെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാകുന്ന എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ എങ്ങാനും ഇരുന്നാൽ മതിയായിരുന്നു. ഒരു ക്വസ്റ്റ്യനേ ചോദിച്ചുള്ളൂ, ഉമ്മായിട്ട് എന്തെങ്കിലും ഇഷ്യൂ എന്ന് ചോദിച്ചതിന് ഗായ്സ് ഒരു 18-20 മിനിറ്റായിട്ട് ഇവർ തന്നെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകൊച്ചിനാണെങ്കിൽ ഇനി എന്തോന്നും ചെയ്യണോന്ന് അറിഞ്ഞൂടാ. അവരാകെ പെട്ട ഒരവസ്ഥ. ഷാജിദ കൊയ്യൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഞെളിഞ്ഞങ്ങ് പറയുകയാണ്. അവർ ജനിച്ചു തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ശ്വാസം ഇടുന്ന പോലും ഞാൻ ഇത്രയും നേരമായിട്ട് കണ്ടില്ല. ഞാനിപ്പോ ഒരു 18-19 മിനിറ്റ് ആയി കാണുന്നുണ്ട്. ഇത്രയും നേരം പോയതും ഷാജിദ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നമുക്ക് ഊഹിക്കാം. അവസാനം ഇന്റർവ്യൂ നിർത്താൻ പോവാണ്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആ പെൺകൊച്ച് എന്തെങ്കിലും സംസാരിക്കുമായിരിക്കും. അല്ലാതെ എനിക്കൊന്നും തോന്നല്ല ഇനി അവള് സംസാരിക്കുക. എന്നാലും എനിക്ക് ഇനി കാണാനുള്ള ശക്തിയും ഇല്ല. ഇതിൽ മൊത്തം ഇരുന്ന് പറയുന്നത് ഗൈസ്, നമ്മൾ ലൈവിലും വീഡിയോസിലൊക്കെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. വന്നിരുന്ന നാട്ടുകാരെയും സ്വന്തം വീട്ടുകാരെയൊക്കെ മൊത്തത്തിൽ വന്നിരുന്ന് അവ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നത് തന്നെയാണ്. അപ്പം ഇത് സംഭവം ഷാജിദക്ക് കുറച്ചും കൂടെ ആൾക്കാരിലോട്ട് കാര്യങ്ങൾ എത്തിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറി പോലെ ഒന്ന് പറഞ്ഞ് ആൾക്കാരിലോട്ട് എത്തിക്കണം. അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റ് തുടങ്ങിയ പിന്നെ ഷാജിദ കറങ്ങി അപ്പുറത്തെ വഴി കൂടെ ഇപ്പുറത്ത് വരൂല, തൊടാതെ ഇങ്ങനെ വീണ്ടും കറങ്ങി എപ്പോഴെങ്കിലൊക്കെ തൊടും. അതുപോട്ട് ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് വീടെത്തി സ്വഭാവം വീണ്ടും മാറി ഗൈസ്. 2 ദിവസം മുമ്പ് അവർ പറഞ്ഞ പോലെയൊന്നും അല്ല. അവർ പറഞ്ഞു നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ നെറ്റ്, നിങ്ങളുടെ ഇഷ്ടമുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇടാന്നൊക്കെ പറഞ്ഞു പോയി. ഞാൻ ഇനി ഒന്നിലും ഇടപെടത്തില്ല എന്നൊക്കെ പറഞ്ഞു പോയ സ്ത്രീ തിരിച്ച് വന്നിട്ട് വീണ്ടും കൈസിനെയും ഷെഫീന ബീവിനെയും ഒക്കെ കിടന്ന് എൻ്റെ പൊന്നെ എന്തൊക്കെയാണോ പറയുന്നത്. ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ അവർ റിയാക്ട് ചെയ്യുമ്പോൾ ഇവർക്കത് പിടിക്കത്തില്ല.
അന്നാ അത് വെച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഷെബീന ബീവി അടുത്തൊക്കെയാണ് കളിക്കുന്നത്. ഇവര് പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് ഏത് മനുഷ്യനായാലും കുഴി കിടക്കുന്ന മനുഷ്യനായാലും എണീറ്റ് വന്ന് ചെവിക്കല്ലിന് അടിച്ചിട്ട് പോകും. അപ്പൊ പ്ലമ്മിനെയും ലാക്മേനെയും ഡോട്ടൻ കീ, ഡേംഡോക്ക് അങ്ങനെ പല ബ്രാൻഡുകളെയും പൊട്ടിച്ചുകൊണ്ട് പുതിയൊരു ബ്രാൻഡ് ഷാജി ഇറക്കിയിരിക്കുകയാണ്. ഷാജീസ് ബ്യൂട്ടി ക്രീം. അവരെന്തോ ഷോപ്പ് എന്തോ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഇപ്പോൾ ഉടനെ ഉണ്ട് ഗൈസ്. സാജിദയുടെ ഈ സ്വിച്ച് ഇട്ട പോലെ മാറുന്ന സ്വഭാവം നമ്മളെല്ലാവരും നമുക്കറിയാം. പക്ഷെ ആ പാവപ്പെട്ട ഇന്റർവ്യൂ വന്നിരുന്ന ആ പെൺകൊച്ചിനെ അറിയത്തില്ലായിരുന്നു. അവൾ ശരിക്കും പെട്ടുപോയതാണ്. അവസാനം വരെ അവൾ പിടിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് അവരെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ ബുദ്ധിമുട്ട്. നമ്മൾ ലൈവ് കാണുന്ന നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊരു അന്ത്യമില്ല. ഇവരങ്ങ് നിർത്തുന്നത് അങ്ങായിരിക്കും, അപ്പുറത്തെ പറമ്പിലായിരിക്കും. കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു. പക്ഷെ നമുക്ക് പകുതി വരെ കാണാൻ പറ്റും. ഫുള്ള് കാണാൻ നമുക്ക് മനക്കട്ടി വേണം, ക്ഷമ വേണം ഗൈസ്. നമുക്ക് ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷാജിദയുടെ ഫുൾ ഇന്റർവ്യൂ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഷാജിദ ഇത് പറഞ്ഞ് ഒപ്പിച്ച് ചെയ്ത സംഭവമാണ്. പണം അങ്ങോട്ട് കൊടുത്ത് കഷ്ടപ്പെട്ട് വന്ന് വിയർത്തിരുന്ന് ചെയ്ത ഒരു ഇന്റർവ്യൂ ആണ്. അവൻ എന്തൊക്കെയോ പറഞ്ഞ് കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ നമ്മളെല്ലാം ഇത് സ്ഥിരം കാണുന്നതാണ്. ഇന്ന് പറയുന്നതല്ല ഷാജിദ നാളെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ഇന്റർവ്യൂ പോകുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലൊരു ലൈവ് വന്നിട്ട് പറയും ഷഫീന ബീവിയും കൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോ ചെയ്തോളൂ. നിങ്ങളുടെ ഫോണാണ്, നിങ്ങളുടെ നെറ്റാണ്, നിങ്ങളുടെ വീട്ടിലിരുന്നാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടിട്ട് നിങ്ങൾക്ക് ഇടാം, എന്നെ വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം, അത് ചെയ്യാന്നൊക്കെ പറയും. എന്നിട്ട് പോയി ഇൻ്റർവ്യൂ എടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഒരു രൂപമുണ്ട്, സ്വഭാവം വീണ്ടും മാറും. അപ്പോൾ അടുത്ത തവണ ഇനി ഇങ്ങനത്തെ ഒരു ലൈവ് ഇടുമ്പോൾ നമ്മളെല്ലാവരും സൂക്ഷിക്കണം ഗൈസ്.